ബസന്ത്, 3 വിമാനങ്ങൾ, അതായത് പാകിസ്ഥാൻ ഒരു പൂർണ്ണമായും യുദ്ധം എന്ന നിലയ്ക്കുള്ള ആക്രമണമാണ് നടത്തുന്നത്. അതിന്റെ അർത്ഥമാണല്ലോ ഈ 3 വിമാനങ്ങളെ നമുക്ക് വെടിവെച്ചിടേണ്ടി വരുന്നത്. ദിവിഷ, ഡ്രോണിന് പുറമെ യുദ്ധവിമാനങ്ങൾ കൂടി ഇപ്പോൾ പാകിസ്ഥാൻ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പോർ വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ തകർത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. ഒരു F-16ഉം 2 ചൈനീസ് നിർമ്മിതമായ J-17 വിമാനങ്ങളുമാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത്. ഈ 2 വിമാനങ്ങളും ഇന്ത്യയുടെ പോർ വിമാനങ്ങൾ ജമ്മുവിൽ നിന്നും ഉയർന്നു പൊങ്ങിയാണ് തകർത്തത് എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അതിലേറ്റവും ഡ്രോണുമായി ബന്ധപ്പെട്ട് വരുന്നത് ജയ്സാൽമീർ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ജമ്മുവിലും അക്നൂറിലും കൂട്ടമായി എത്തിയ ഈ ഡ്രോണുകളെ ഇന്ത്യയുടെ S-400 ട്രയംഫ് മിസൈലുകൾ ഈയാംപാറ്റകളെ പോലെ അടിച്ചിടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വലിയ തോതിലുള്ള യുദ്ധം തന്നെയാണ് ഇപ്പോൾ ജമ്മു മേഖലയിലും അതോടൊപ്പം തന്നെ രാജസ്ഥാനിലെ ജയ്സാൽമീറിലും ഒക്കെ തന്നെ നടക്കുന്നത്. ഇന്ത്യയുടെ പോർ വിമാനങ്ങളും ഇപ്പോൾ ആകാശത്തുണ്ട്. ഏറ്റവും പുതിയ വിവരം വരുന്നത് ഇന്ത്യയുടെ നാവികസേനയും ചലിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അതായത് ഇന്ത്യയുടെ നാവികസേന മുന്നോട്ട് നീങ്ങുന്നു എന്നാണ്. പണ്ട് ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ നാവികസേന മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറൊരു രാജ്യം ഇവിടെ ഉണ്ടായി എന്നുള്ളൊരു വസ്തുത പാകിസ്ഥാൻ മറക്കരുത് എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ.